നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനിയ വലിയ സത്യങ്ങളൊക്കെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അബിക്കിട്ട് നല്ല 8ന്റെ പണി തന്നെയാണ് മൂർത്തി മുത്തശ്ശൻ കൊടുക്കുന്നത്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ടു ഒടുവില് നവ്യയുടെ അഹങ്കാരം അങ്ങോട്ട് അതിര് കടക്കുവാണ്. ആര് പറഞ്ഞാലും താൻ അനുസരിക്കില്ല. ഈ കുടുംബത്തിലുള്ള ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, തനിക്ക് ആരെയും പേടിയില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്നൊക്കെ മുത്തച്ഛനെ വെല്ലുവിളിച്ചിട്ടാണ് പറയണേ. അപ്പോഴേക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു, നവ്യെ നീ ആരോട് എന്താ പറയണമെന്നറിയാവോ? നല്ല ബോധത്തോടു കൂടി അമ്മായി ഞാൻ സംസാരിക്കണേ. അതെ, എൻ്റെ ഭർത്താവിനിപ്പോൾ ജോലിയില്ല എനിക്ക്, പിന്നെ ഞാൻ മോഡലിങ്ങിന് പോയതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാനൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു. നയന വലിയ ഡിസൈനർ ആണല്ലോ, അതുപോലെ തന്നെ ഒരു മോഡൽ ആവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പം ആരുടെ കമ്പനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും പണം കിട്ടുന്ന കാര്യമല്ലേ, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മോഡലായിട്ട് അഭിനയിക്കും. അതിനകത്ത് ഇപ്പം ആരും തടസ്സം പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നെ എതിർക്കാനായിട്ട് ആരും വരണ്ട. അല്ലെങ്കിൽ ഞാൻ ആരുടെ അടിമയാവാനായിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. ജലജ അങ്ങോട്ട് പിന്നാലെ അങ്ങോട്ട് പോവാണ് നവ്യയുടെ. അബിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അബിക്ക് പോകാനും പറ്റില്ല, നിൽക്കാനും പറ്റാത്തൊരവസ്ഥയിൽ അബി നിൽക്കുക. അപ്പോഴേക്കും മുത്തശ്ശൻ അബിയുടെ അടുത്തേക്കുന്നു. അവന്റെ കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിച്ചു. ഹെടാ, കുടുംബത്തെ മുടിക്കാനായിട്ട് ഉണ്ടായവനെ, നീ ഒറ്റ ഒരുത്തൻ കാരണം ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അറിയാലോ. നീ ചെയ്ത ഓരോ കൊള്ളരുതായ്മത്തനങ്ങൾ കാരണം ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനങ്ങളൊക്കെ നൽകി അവളെ ഗർഭിണിയാക്കി ഒടുവില് ഉപേക്ഷിച്ച് കളഞ്ഞവരാ നീ. എന്നിട്ട് ആ കുറ്റം നിന്റെ ചേട്ടനെ ആദർശിപ്പ് ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നേ. എന്നിട്ടോ അതിന്റെ പേരില് നിന്റെ ഭാര്യ എന്തൊക്കെ കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നേ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നൊരു പരിധിയുണ്ട്. നിന്നെപ്പോലെ ഒരു വിഷവിത്ത് ഇവിടെ തന്നെ വന്നുണ്ടായല്ലോ. നിന്നെ ഞാൻ എന്ത് ചെയ്താൽ മതിയാവെന്ന് പറഞ്ഞു ഒറ്റ തള്ള അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ തള്ളില് അബി എടുത്തടിച്ചു പോലെ ആ സെറ്റിയിലേക്ക് പോയി വീഴുവാണ്. മേലെ എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടേക്കരുത്. നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട വിഷവത്തിനെ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ലടാ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അവന് യാതൊരു ഉളുപ്പുണ്ടോന്ന് നോക്കിയേ. അവൻ ഭാര്യയെ അവനെ അഭിനയിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു. എടാ, ഈ കുടുംബത്തിന്റെ ശത്രു ആയിക്കൊണ്ടിരിക്കുകയാണ് നീ അവളെ. എനിക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ നീയാന്ന്. ദേവേനി പറഞ്ഞു. അബി, നീ പറയാതെ ഒരു കാരണവശാലും അവള് ഇങ്ങനെ ഒരു ഇതിന് പോകത്തില്ല. നീയും ജലജയൊക്കെ അവളുടെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പല സത്യങ്ങളും ഞങ്ങൾക്ക് അവളുടെ മുന്നിൽ വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും. അത് നിനക്ക് ഒരിക്കലും ചേരില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അത് പിന്നെ അമ്മായി ഞാനൊന്നു നീ മിണ്ടരുത് എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഒരു വാക്ക് പറഞ്ഞ് ഉച്ചരിച്ചു പോയേക്കില്ല. എടാ, ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഭാര്യ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാ ചെയ്യുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റണം. പക്ഷെ ഇവിടെ നിനക്ക് എന്തുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല? നീ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ട് നടക്കുന്നവനാ. അപ്പൊ പിന്നെ അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. നിന്റെ ഭാര്യയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അവളിങ്ങനെ കിടന്ന് ചാടുന്നേ. പക്ഷെ നീയോ, നിനക്ക് എന്താണ് അറിയത്തില്ലാത്ത? എല്ലാ തെറ്റുകളും ചെയ്ത് കൂട്ടിയിട്ട് അവനൊന്നും അറിയത്തില്ലാത്തവനെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ഈ അഭിനയം ഇങ്ങനെ അതേ കാലം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തച്ഛൻ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശരിക്കും നാണം കിട്ടു. ഇനി തൻ്റെ കളികൾ ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ഇവർ പലതും വിളിച്ചു പറയുമെന്ന് മനസ്സിലായി. പക്ഷെ അതിനു മുമ്പ് നവ്യനെ കയ്യിലെടുക്കണം. കാരണം അല്ലെങ്കിൽ പ്രശ്നമാവെന്നുള്ള കാര്യം മനസ്സിലായി. അതിനുശേഷം അബി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് നവ്യയോട് പറഞ്ഞു, നീ അഭിനയിക്കാൻ പോയതിന്റെ പേരിൽ ഇപ്പൊ എല്ലാരും കൂടെ എന്നെയാ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ രണ്ടുപേരെയും കൂടെ തെറ്റിക്കാനായിട്ട് പലരും പലതും പറഞ്ഞിരിക്കും. നീ അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ഞാനൊന്നും വിശ്വസിക്കില്ല അബി. ഓരോരുത്തരും എനിക്കിപ്പോ മനസ്സിലായി കഴിഞ്ഞു ആരാ എന്താ എങ്ങനെയാന്നൊക്കെ. ഇനി മിക്കവാറും ആ ചന്തമോളുടെ അച്ഛൻ ഞാനാന്നും കൂടി വേണമെങ്കിൽ ആദർശും നയനേടത്തെയൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരട്ടെ, അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാന്ന് പറയണം. അപ്പൊ ഓടുന്നതിന് ഒരു മുഴുവൻ മുമ്പേ എറിയാന്ന് പറഞ്ഞ രീതിയാണ് അബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും തന്നെ തെറ്റിദ്ധരിക്കില്ല സത്യങ്ങളൊക്കെ ഇവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് അബി ഇങ്ങനെയൊക്കെ പറയുന്നത്. നവ്യ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ഭർത്താവ്, ഓ എന്റെ ദൈവമേ, ഇത്ര നല്ല എഴുത്തിന് ഈ അടുത്ത പ്രദേശത്തെങ്ങോ ഇല്ല എന്നുള്ള രീതിയിലാണ് നവ്യയുടെ അപ്പോഴത്തെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നീട് അബിയോട് പറഞ്ഞ്, നീ പേടിക്കണ്ട, ആരെന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ രീതിയിലോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് മുറിയിലെത്തിയിട്ട് ആദർശിന് ഗൾഫിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നയന അങ്ങനെയെല്ലാം എടുത്തു വെക്കുന്ന കൂട്ടത്തില് നയന പറഞ്ഞു, എനിക്കിപ്പം നല്ല പേടിയുണ്ട് ആദർശേട്ടാ. അതെന്താ?
നവ്യേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ. ഇപ്പൊ കണ്ടില്ലേ, നവ്യേച്ചിക്ക് ആരെ ഒരു കോസിലില്ല. മുത്തശ്ശൻ പറഞ്ഞ പോലും നവ്യേച്ചി കേൾക്കുന്ന മട്ട് കാണുന്നില്ല. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എത്ര കാലം മുന്നോട്ട് പോകുന്ന എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. സാരമില്ല, നോക്കാം. എത്ര കാലം എന്ന് വെച്ചാൽ അഭിയേട്ടാ നോക്കുന്നേ. എല്ലാത്തിനും ക്ഷമയ്ക്കും ഒരു പരിധിയില്ലേ. മുത്തശ്ശനെയും ഒക്കെ നമ്മളെല്ലാവരും എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നവ്യേച്ചിയുടെ സ്വഭാവം കണ്ടോ? നവ്യേച്ചി ഒരു തരിമ്പ് പോലും വില കൊടുക്കുന്നില്ല അവർക്കൊന്നും. ഈ കുടുംബത്തിന് അതിൻ്റെതായ അന്തസ്സും പാരമ്പര്യവും ഒക്കെ ഉണ്ട്. പണ്ട് തൊട്ടേ നവ്യേച്ചി ഇങ്ങനെയാ, സ്വന്തം കാര്യം ചിന്താവാന്ന്. പിന്നെ കുറച്ചു കാലം കൊണ്ട് മാത്രമാണ് നവ്യേച്ചിക്ക് ഒരു മാറ്റം ഉണ്ടായത്. വീണ്ടും അതേ സ്വഭാവത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ കുഞ്ഞുനാളിലെ കുറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ടൊന്നും നവ്യേച്ചി കൂട്ടാക്കിയിട്ടില്ല. ഒടുവില് ആദർശ് പറഞ്ഞു, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ അബിയെ വിളിച്ച് ഒന്നുകൂടെ ഉപദേശിച്ച് നോക്കാം. അതൊന്നും പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തു. പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് പോയിട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നയനെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ജലജ നവ്യയുടെ അടുത്തേക്കുന്നു. നവ്യയുടെ അടുത്ത് നിന്നിട്ട് മോളെ, ഇന്ന് മോളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന അച്ഛൻ പോലും മോളുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിന്നില്ലേ. ഇങ്ങനെ തന്നെ വേണം. മോള് വിട്ടുകൊടുക്കരുത്, 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്. ഇല്ലമ്മേ, ഞാൻ ഇതിന് വിട്ടുകൊടുക്കണേ. ഇതേ മോളെ, ആദർശ് അത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ആദർശിനെ കമ്പനിയുടെ MD ആക്കി വെച്ചിരിക്കുക. പോരാത്തന് എനിക്ക് സ്ഥാനമാനങ്ങളെല്ലാം കൊടുത്തിരിക്കുക. നിന്റെ ഭർത്താവോ അവൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അപ്പൊ നീ വിട്ടുകൊടുക്കാൻ നോക്കരുത് ഒരു കാരണവശാലും. അവർക്ക് അതിനുള്ള അവസരം നീ കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഓരോന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചൂട് പിടിപ്പിക്കുകയാണ്. നവ്യ ഓർത്തോണ്ടിരിക്കുന്നത് തന്റെ അമ്മായിമ്മയ്ക്കും ഭർത്താവിനും തന്നോട് ഭയങ്കര സ്നേഹം കൂടിയിട്ട് തന്നെ ഇപ്പൊ ഉള്ളം കൈ കൊണ്ടു നടക്കുമെന്ന് ഓർത്തോണ്ട് നവ്യ അതൊക്കെ നല്ല കാര്യമാണെന്നും വിചാരിച്ചോണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊന്നും നവ്യക്ക് അറിയില്ലല്ലോ. ഈ സമയത്ത് അനി നവീനെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പം നവീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണണം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അപ്പം അനിയുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, നവീന്റെ മനസ്സിലുള്ള പെണ്ണാരാന്ന്, ആ പെൺകുട്ടി ആരാന്ന് അറിയുക തന്നെ വേണം. അപ്പം അതിനും കൂടെ ആയിട്ടാണ് അനി അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അവർ ഒരു കോഫി ഷോപ്പിലേക്ക് പോയി അവിടെ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സംസാരിക്കണ സമയത്ത് അനി പറഞ്ഞു, അതെ, ഇനി നിനക്ക് ഒളിച്ചോടാൻ പറ്റില്ല. സത്യം പറഞ്ഞു, നിന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ആരാ എന്താന്നൊക്കെ അറിയണം. അതറിഞ്ഞിട്ട് വേണം നിന്റെ മുത്തച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇത് കേട്ടതും നവീൻ പറഞ്ഞു, എടാ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ എന്തുകൊണ്ടാ നടക്കില്ലാത്തേ? അതിന് കാരണം എന്താ? എൻ്റെ വീട്ടിലുള്ളവർക്ക് വക്കീലുമാരെ വേണ്ട, പോലീസുകാരെ വേണ്ട, അങ്ങനെയൊക്കെയാ. ഓ, അപ്പം നീ സ്നേഹിക്കുന്ന പെൺകുട്ടി പോലീസുകാരിയോ വക്കീലോ അങ്ങനെ മറ്റോ ആണോ? അപ്പോഴേക്കും നവീൻ പറഞ്ഞു, പോലീസുകാരിയാ, വനിതാ പോലീസാന്ന് പറയണം. ഓ, അങ്ങനെയാണല്ലേ, വെറുതെ അല്ല നിന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്ത. എന്നാലും പ്രശ്നമില്ല, നീ കാര്യം ആളാരാ എന്താന്നൊക്കെ പറഞ്ഞാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം നവീൻ പറഞ്ഞു, എൻ്റെ അമ്മ ഒട്ടും എടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അമ്മയ്ക്ക് പണ്ടേ തൊട്ട് തൻ്റെടുകളായ പെൺകുട്ടികളെ ഇഷ്ടമില്ല. പിന്നെ മുത്തശ്ശൻ എൻ്റെ ഒപ്പം നിൽക്കുള്ളൂ. അച്ഛൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ വഴിയൊന്നും ഇല്ല. അച്ഛനിനി അധികം വൈകാതെ നാട്ടിലേക്ക് വരും അവധിക്ക്. ആ സമയത്ത് എൻ്റെ വിവാഹം നടത്തണമെന്നും പറഞ്ഞാ ഇരിക്കുന്നേ. അനി പറഞ്ഞ് നടത്താടാ, നീ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് എന്താണല്ലോ ആൻറ്റിയെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നൊക്കെ പറയണ്. ആ സമയത്ത് നവീൻ പറഞ്ഞു, അത് ശരിയാ, എടാ നീ കാര്യം പറ, പെൺകുട്ടി ഏതാന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എടാ അനി, നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി മറ്റുള്ളവരുടെ ബൈക്കിന് പിന്നാലെ കയറി പോകുന്നുണ്ടാ, നമുക്ക് സഹിക്കുമെന്ന് ചോദിക്കുക. അനി പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എങ്ങനെയാ സഹിക്കുന്നേ? അതെ, ഞാനും അത്തരം അവസ്ഥകളിലൊക്കെ പെട്ടുപോയിട്ടുണ്ട്. നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരുടെ ബൈക്കിന് പിന്നാലെ കയറിപ്പോയി എനിക്ക് സഹിക്കില്ല. എടാ അതെന്തേലും ആട്ടെ, നീ കാര്യം പറ, നീ സ്നേഹിക്കുന്ന പെൺകുട്ടി മറ്റൊരാളുടെയും ബൈക്കിന് മുന്നിൽ പിന്നാലെ കയറി പോയെന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു, അവള് സ്ഥിരം അങ്ങനെയൊക്കെ പോകാറുണ്ട്, അവൾക്ക് എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പൊക്കെയാ, അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാ. അവളുടെ ക്യാരക്ടർ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടെ. നേരെ പോകുന്ന ഒരു പ്രകൃതിക്കാരിയാ, ആരെയും കൂസാക്കില്ല. എന്ത് പ്രശ്നം വന്നാലും അവൾ തൻ്റെ അടുത്തോടെ നേരിടുക തന്നെ ചെയ്യും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, നീ പെൺകുട്ടിയെ പേരെന്താന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാൽ പറ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? അവളൊരു വനിതാ പോലീസുകാരിയാന്ന് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാം. എടാ അതെങ്ങനെയാ എനിക്ക് മനസ്സിലാവുന്നേ? അനിയുടെ ചിന്തയെ പോലും ഇല്ല, സ്വപ്നത്തിൽ പോലും ഇല്ല നവീൻ സ്നേഹിക്കുന്ന നന്ദുവിനെയാന്നുള്ള കാര്യം. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എടാ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരെ നിനക്കറിയാവോ? അത് നന്ദുവാന്ന് പറയാണ്. ഒരു നിമിഷം തലയ്ക്ക് കൂടം കൊണ്ട് അടിയേറ്റ പോലെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് മറുപടി പറയണമെന്ന് പോലും എനിക്ക് മനസ്സിലായി. നീ എന്താടാ പറഞ്ഞേ? അതേന്നേ, ഞാൻ നന്ദുവിനെയാ സ്നേഹിക്കുന്നേ. അതല്ല ഞാൻ നിന്നോട് പറഞ്ഞേ, അവള് മറ്റുള്ളവരുടെ ബൈക്കിന് പിന്നിലെ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. എൻ്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂ. എനിക്ക് സങ്കടമാണോ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതുവരെയായിട്ടും താനും
നന്ദു നമ്മളുടെ പ്രണയത്തെക്കുറിച്ചൊന്നും ഇവനോട് പറഞ്ഞിട്ടില്ല. കാരണം അതിപ്പോ പറയണ്ടെന്ന് കരുതി പറയായിരുന്ന. പക്ഷെ അതിപ്പോ വിനയായിട്ട് മാറിയെന്ന് എനിക്ക് മനസ്സിലായി. അനി ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ ഇരിക്കുവാണ്. എന്ത് മറുപടി പറയണമെന്ന്. എടാ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിനക്ക് അവളെ ഇഷ്ടമില്ലേ? അവളെ നല്ല പെൺകുട്ടിയല്ലേ? എനിക്ക് ചേരില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അതൊന്നും അനിയുടെ തലയ്ക്കകത്തേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ദൈവമേ, എന്ത് ചെയ്യൂന്നൊരു ചിന്തയായിരുന്നു. ഇനി നവ്യന്റെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ലാതെ പെട്ടിരിക്കുകയാണ് അനി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.